ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ്. താങ്ക് യു അനസ്ബ്രോ, താങ്ക് യു സോ മച്ച് അനസ്ബ്രോ. ഇറ്റ്സ് നോട്ട് പ്രശ്നമാകുമെന്ന അനസ്ബ്രോ മിസ് ചെയ്ത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് നമ്മളെ ഇനി തൊട്ട് ഇതായിരിക്കൂല. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ നെറ്റ് എങ്ങനെയുണ്ട് എന്ന് അറിയണം. എനിക്ക് നെറ്റ് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സോ നെറ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ഇട്ടത്. കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ എയർ ഫൈബറാണ് ഞാൻ എടുത്തത്. ഇപ്പൊ മൈക്ക് മാറിയാ കിടക്കണേ. എക്കോ ഉണ്ട് ഗൈസ്. എക്കോ ഇല്ലാണ്ടിരിക്കോ ഗൈസ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ റൂമിൽ ഒന്നും ഇല്ല. പുതിയ റൂമിൽ എക്കോ ഉണ്ടാവും. ചിൽ അത് മാറ്റാനൊന്നും പറ്റത്തില്ല. എന്നെ കൊണ്ട് റൂമിൽ സാധനങ്ങൾ വെച്ച് അടയ്ക്കാന്നല്ലാണ്ട് മാറ്റാനൊന്നും പറ്റത്തില്ല. മനസ്സിലാക്കി? ഹലോ, സെക്യൂരിറ്റി കൊടുത്തേ. ശരി. ഓക്കെ. റെക്സേ, ഹലോ. എടാ സെക്യൂരിറ്റി അവിടെ പോയി മേടിക്കോ. സെക്യൂരിറ്റി അവിടെ പോയി. ആദ്യമായിട്ട് എനിക്ക് കയറാൻ പറ്റും. നമ്മൾ എന്തായാലും ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും എല്ലാം നോക്കാം ഗൈസ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം. നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നെറ്റിലായി സൗണ്ട് മൈക്ക് മാറിയൊന്നുമല്ല. മൈക്ക് മാറിയിട്ടൊന്നുമില്ല. ഓക്കെ അല്ലേ? എക്കോ അടി നല്ല എക്കോ ഉണ്ടോ? എക്കോ സാധനമൊന്നുമില്ലല്ലോ. ഇത് സെറ്റ് ആക്കി പറ്റിയോ? അതിന്റെ അല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ. അങ്ങനെ അമ്മ അച്ഛൻ പോയ തിരിച്ച് ഗൈസ്. അമ്മയും പപ്പയും തിരിച്ചു പോയി. പക്ഷെ കുറച്ചേം വരും. അതായത് കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിട്ടാ വന്നേ. അപ്പൊ പപ്പയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടായെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ക്ഷീണവും എന്തോ പോലെ. അപ്പൊ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്കും ലൈക്ക് എന്താ ഒരു സ്കാൻ ഒക്കെ ചെയ്തു. അപ്പൊ പപ്പയ്ക്ക് പിന്നെ നാട്ടില് പോണെന്നുള്ള മൈൻഡാണ്. അപ്പൊ പപ്പ അവിടെ കാണിക്കാമെന്നുള്ള മൈൻഡിൽ പിന്നെ രണ്ടുപേരും കൂടി ഇന്നലെ നാട്ടിലോട്ട് പോയി. കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ അപ്പയ്ക്ക് വൈകിട്ടിരിക്കുന്നതുകൊണ്ട് പപ്പയ്ക്ക് കഴിയാണ്ടിരിക്കുന്നതുകൊണ്ടാണ് നോയ്സ് ഗെയിന്. ഈ ഗെയിൻ നമ്മള് കൂട്ടിയിടണ്ടേ? മൈക്ക് അതിലൊന്ന് കൺട്രോൾ ചെയ്യാം. അത് ഞാൻ പിടിച്ചൊന്ന് തിരിച്ചായിരുന്നേ. അത് ചിലപ്പോ ഇതിൽ ആടിയിട്ടില്ല ഫിൽറ്റേഴ്സ് ഒന്നും. അവിടെ സൗണ്ട് കേൾക്കാലോ. അലീനുണ്ട്. അലീനയും തലടിച്ചിട്ടോ. ഹായ് പ്രോപ്പർട്ടീസ് ഏത് മൈക്ക് കറക്റ്റാണോ കിടക്കുന്നത്? ഇതില്ല, മറ്റേ നമ്മുടെ ഫിൽറ്റേഴ്സ് ഇല്ല. അത് എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നോയ്സ് ഗേറ്റ് അതെല്ലാം സെറ്റ് ചെയ്യണം. നോയ്സ് സപ്രഷനും നോയ്സ് ഗേറ്റും എല്ലാം വേണം. അതെടുക്കട്ടെ. അതന്നെ ആറിന്റെ. ഹലോ, അതെല്ലാം ഓരോ ഇതിന്റെ സെറ്റിംഗ്സ് ആണ് മാറിയത്. പട്ടിയാണെങ്കിൽ സൗണ്ട് കിരൺ ബ്രോ പറയുമ്പോ അത് ഞാൻ ഇവിടെ സംസാരിച്ചോണ്ട് മൈക്ക് തിരിച്ചാണ് ഇരിക്കണേ. മൈക്ക് തിരിച്ചു വെച്ചിരിക്കണേ. എന്റെ ഫാൻ എടുത്ത് എനിക്ക് കാറ്റ് വീശണ കണ്ട. ഇപ്പൊ എന്റെ സൗണ്ട് മാത്രല്ല കൂടുതൽ കേൾക്കുന്നേ. ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇപ്പൊ സെറ്റ്. ഓക്കെ, ശരി. ബാക്കി നമുക്ക് പിന്നെ സെറ്റ് ആക്കാം.
ഓക്കെ അപ്പൊ അങ്ങനെ സോ ഗൈസ് അപ്പോ നെറ്റ് ഓക്കെ ആണെങ്കിൽ അപ്പൊ നെറ്റ് കുഴപ്പമില്ല കേട്ടോ. ഇത് പിങ് ഇനിയിപ്പോ കയറി നോക്കല്ലേ. ലൈവിന്റെ കൂടെ തന്നെ സെർവറിൽ എന്തെങ്കിലും കേറിയേക്കും പറയാം. RDR എന്തൊരു സാധനം ചെയ്യണം. റെഡ് എമ്മോ അങ്ങനെ എന്തോ. ഞാൻ ഡിസ്കോഡിൽ പോട്ടെ. അങ്ങനെ അപ്പൊ ഞാനിപ്പോ ജിയോ എയർ ഫൈബർ എടുത്തേക്കണേ. അപ്പൊ അത് എത്രത്തോളം ഇത് നല്ലതുണ്ട്. ഇപ്പൊ ഒന്ന് അടയ്ക്കോ. ഇത് എത്രത്തോളം നല്ലതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എയർ ഫൈബറിനെ പറ്റി നല്ല അഭിപ്രായം ഒന്നുമല്ല ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ലായിരുന്നു. ഇവര് ഒന്ന് ഇപ്പോഴാണ് പറഞ്ഞത് എയർ ഫൈബർ കുറച്ച് പ്രശ്നമാണെന്ന്. അപ്പോ എന്തോന്ന് പറയാ, നോക്കാം എങ്ങനെയാന്നൊക്കെ. മഴ പെയ്താൽ പോവല്ലേ. പൂമ്പിക്കും ജിയോ ഫൈബർ അല്ല എയർ ഫൈബർ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു നെറ്റ് കണക്ഷൻ കൂടി എടുക്കാന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പം ഉള്ളത്. ഒരു കണക്ഷൻ കൂടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറി മാറി യൂസ് ചെയ്യാലോ. ആ ഒരു ഇതാണ് വിചാരിക്കണേ. എയർ ഫൈബർ നിങ്ങളുടെ അടുത്താണോ? വേറെ ഡിസ്റ്റൻസ് അടുത്താണ്, വലിയ ദൂരമൊന്നുമല്ല. പഴയ നേരത്തെ നിന്നിടത്തുനിന്ന് ഒരു 5 കിലോമീറ്റർ. സാവേജ് ജിയോ ആണെന്നോ? എന്റെ അളിയ അതാ പ്രശ്നം. എന്റെ അളിയ ഡിഡ് യു മിസ് മൈ ഓൾഡ് ബാക്ക്ഗ്രൗണ്ട്? ഷാംബോ സൂര്യ പറയാം. ക്യാമറ കുറച്ച് സൂംഡ് ഇൻ ആണ്. ഇല്ലടാ ഇല്ല, അത് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും തോന്നത്തില്ല. കാരണം ഞാൻ പഴയ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നോക്കല്ലേ, തൊട്ടടുത്ത ഇതിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നേ. എല്ലാം സെറ്റാണ്. എയർ ഫൈബർ അത്ര സുഖമില്ല. ജിയോ ഫൈബർ പിന്നെയും നോക്കാം ബ്രോ. ഞാൻ എന്തായാലും നാളെ ഒരു കിടിലൻ നെറ്റ് എടുക്കുന്നുണ്ട്. കേരള വിഷൻ കൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ നോക്കാം. മലേഷ്യ വ്ളോഗ് വരും. മലേഷ്യ വ്ളോഗ് കട്ട് ചെയ്യാണ്ടിരിക്കുന്നേ ഉള്ളത്. മലേഷ്യ വ്ളോഗ് വരും എന്തായാലും. ഈ വ്ളോഗെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. വീട് മാറിയാലും എന്റെ സാധനം കയ്യിലുണ്ടല്ലോ അല്ലേ അനസ്ബ്രോന്റെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എന്റെ കയ്യിലെല്ലാം ഭദ്രമായിട്ടിരിപ്പുണ്ട്. അനസ്ബ്രോ ഒരു 10-30,000 രൂപയ്ക്ക് എന്റെ കയ്യിൽ ഹോട്ട് വീൽസ് സെയിൽസ് ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് വാങ്ങിയതാ. അതുപോലെ ഇരിപ്പുണ്ട്. ബ്രോ വോയിസ് ലേറ്റ് ആണെന്നാ. ഇവനെ വിളിച്ചില്ല. നാളെ കൊല്ലത്ത് പോകുന്നുണ്ട്. നാളെ ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മുടെ കിരപ്പന്റെ കാർ വാങ്ങിയത് പ്രമാണിച്ച് ചെറിയൊരു പരിപാടി ഉണ്ട് കൊല്ലത്ത് വെച്ചിട്ട്. അപ്പൊ നാളെ കഴിഞ്ഞിട്ട് ഇനി വാ, നീ ഒന്ന് അവരാധി കൊണ്ടുവന്ന് വാ. ഇവിടെ നല്ല സ്കിഡിലായിരിക്കും. ഫിൽട്ടർ ഒന്ന് ഇട്ടിട്ടേ ഉള്ളു. വന്നാണെന്ന് ഇവയ്ക്കൊരു പരാതി ഉണ്ട്. ഇവനെ കയറ്റുന്നതിന് മുന്നേ ഇവനെ കയറ്റിയത് കൊച്ചുകൊണ്ടേനെ. ഈ പോടി പണിയല്ലേ. ഒരു ഹായ് പറഞ്ഞേ. ഇതൊക്കെ എന്റെ ഇവ കണ്ടോണ്ടല്ല, പിടിച്ച് കടിക്കുന്നെ. കടിച്ച് തിന്നോളെ. അവള് അഗ്രസീവാണ് അവള് കുറച്ച് കേട്ടോ. യൂക്കി ഏത് ആകപ്പാടെ വാങ്ങിയതുകൊണ്ട് ഉപയോഗം ഉണ്ടായ സാധനമാണ്. കൊണ്ടുപോകല്ലേ. അലീനുണ്ട് ഇവിടെ. അലീനുണ്ട്. ചന്ദ്ര ചുണ്ണാണില്ലിരിക്കുന്നത്. എന്നെ കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കിയേട്ടാ. ഇതേതോ രാമപുരാതനാണ്. ബ്രീഡർ ഡോഗിന്റെ കുഞ്ഞാണ്. കൊണ്ടുപോടെ വല്ലടത്ത്. യക്ഷി അലീന നാട്ടിൽ വന്നാണ്. അതോ ചന്ദ്ര? ഞാൻ അലീന ഇങ്ങോട്ട് വന്നേ. അവരെ ഇങ്ങോട്ട് വന്നേ. ചായ ഉണ്ടോ? ഓ ചന്ദ്രേട്ടാ എത്ര വെച്ചാണ് ഫ്ലാറ്റ് റെന്റൊക്കെ? എങ്ങനെ റെന്റൊക്കെ കുഴപ്പമില്ല, പറയാം. ഇതാണ് പുതിയ ഫ്ലാറ്റ്. യെസ് കേസ്, ഇതാണ് നമ്മുടെ പുതിയ ഫ്ലാറ്റ്. യെല്ലോ മാറി. ഇനി നമ്മുടെ ഈ ഒരു ബ്രിഞ്ചാൾ കളർ ആയിരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. ഈ ഒരു കളർ
ഈ ഒരു കളർ പ്ലസ് വൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ സെറ്റ് ആക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പറ്റുമെങ്കിൽ നമുക്ക് ഒരു പിങ്ക് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ നോക്കട്ടെ. ഒരു സെക്കൻഡ്. ഓ ദിസ് ഈസ് ഗുഡ് ആക്ച്വലി. ദിസ് ഈസ് ഗുഡ്. ദിസ് ഈസ് ഗുഡ്. അപ്പോ പരിപാടി എന്താ പറഞ്ഞ ഇപ്പൊ കൊള്ളാം. ഇത് കൊള്ളാം അല്ലേ? ഒരു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇല്ല. അപ്പോൾ രണ്ട് ഇനി ചെയ്യാനുള്ള രണ്ടേ കാര്യം. ഒരു ഇൻവെർട്ടർ സെറ്റ് ആക്കണം. ഇൻവെർട്ടർ ഇവിടെ വെക്കാൻ പറ്റുമെങ്കിൽ അറിഞ്ഞൂടാ, ഫ്ലാറ്റ് ആയതുകൊണ്ട്. ഇൻവെർട്ടർ അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു UPS മേടിക്കണം, നല്ല പവർ നിൽക്കുന്ന. കാരണം ഇവിടെ പെട്ടെന്ന് ബാക്കപ്പ് വരും ഗൈസ്. ഒരു 10-15 മിനിറ്റ് മാക്സിമം ഒരു 10 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ടൈം എടുക്കത്തുള്ളൂ ബാക്കപ്പ് വരാൻ. കാരണം ഇവിടെ ബാക്കപ്പ് എപ്പോഴും ഉണ്ട്. പക്ഷേ നമുക്ക് നല്ലൊരു UPS വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നല്ലൊരു ഇൻവെർട്ടർ മേടിക്കണം. ഒരു സെക്കൻഡ്. സ്റ്റോറി ഒക്കെ ആര് എഡിറ്റ് ചെയ്തേന്നോ? സ്റ്റോറിയോ ഒറ്റയ്ക്കാണോ ഫ്ലാറ്റ് എടുത്തേ? ഇല്ലടാ, ഞാനും വേറെ 2-3 പയ്യന്മാരൊക്കെ ഉണ്ട്. ഒരു 4-5 പേര് ചേർന്നാണ് എടുത്തത്. എന്താ ബ്രോ പറയുന്നത്? ഒറ്റയ്ക്കാ ബ്രോ എടുത്തേ? വേറെ ആരെടുത്ത് തരാനാ എനിക്ക് ഫ്ലാറ്റ്? ഐ മീൻ എന്താ പറയാ, ഇപ്പോ പഴയ സ്ഥലത്ത് 2 BHK ആണ്. ഇത് 2+1 ആണ് ആക്ച്വലി. സത്യം യെല്ലോ ബാക്ക്ഗ്രൗണ്ട് മിസ് ചെയ്യുന്നുണ്ട്. യെല്ലോ ബാക്ക്ഗ്രൗണ്ട് മിസ് ചെയ്യുമെന്ന് വിചാരിച്ച, ബട്ട് ഇത് നൈസായിട്ടുണ്ട്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഈ ബാക്കി ഇരിക്കുന്ന ഈ ഒരു ബെഡ് പോയി കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. എനിക്ക് ഞാനും വിചാരിച്ചില്ല നല്ലതായിരിക്കുമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത് വിൻഡോ ആണത്, അത് ബ്ലൈൻഡ്സ് ആണത്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അതൊന്ന് ഡാമ്പ് ചെയ്യണം, ലൈറ്റ് വരാതിരിക്കാൻ വേണ്ടിട്ട്. പക്ഷെ നമ്മൾ രാത്രിയല്ല ഇപ്പൊ ലൈവ് ഇടുന്നത്, വലിയ സീനില്ല. പിന്നെ നല്ലായിരിക്കും. ബോസണ്ണ സ്റ്റോറി ആരും എഡിറ്റ് ചെയ്ത? ഒരു പയ്യനെ എഡിറ്റ് ചെയ്ത. ഇത് പുതിയ എഡിറ്ററെന്ന് തോന്നുന്നു. ക്യാം അടുത്ത പോലെ ഉണ്ട്. ക്യാം അടുത്ത പോലെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്ന ഗൈസ്. എല്ലാം സെറ്റ് ആക്കാം. ഈ ബാക്ക്ഗ്രൗണ്ട് കൊള്ള അടിപൊളി. അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. വാസവന്റെ ലൈറ്റ് ഓഫായി എന്ന് ചെന്നൊന്ന് പറയാം. സോ ഗൈസ് ലെറ്റ്സ് ഗോ. നമുക്ക് കുറച്ചു നേരം കുന്നായ്മ പറഞ്ഞിരിക്കാം അവരോടൊപ്പം. ബാബു ഉണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഇത് ടെസ്റ്റ് ലൈവ് ആണ്, നിങ്ങൾ എന്ന് വിചാരിക്കല്ലേ. ആൻഡ് അനസ് ബ്രോ, ലവ് യു, താങ്ക് യു സോ മച്ച് കേട്ടോ. മാറിക്കിടക്കാന്ന് തോന്നുന്നു. പ്രോപ്പർട്ടീസ്, ഓക്കെ. പ്രോപ്പർട്ടീസ്, ഡിസ്പ്ലേ, ലോയി LCD അല്ലേ? all good. ഇതിന്റെ സൗണ്ട് മാറിക്കിടക്കാണല്ലോ. അല്ലേ? അളിയാ എവിടാ? ഇവിടെ ആയിരുന്നളിയാ. അളിയ ഞാൻ എന്ത് അളിയാ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് സെർവർ ഇല്ല അളിയാ. നല്ല വെട്ട, നല്ല വിളക്കം. അളിയ ഒരു മിനിറ്റ്, നീ നേരത്തോട്ട് അളിയ ഒരു മിനിറ്റ്.
എനിക്ക് എന്റെ ഇൻവെർട്ടർ എടുക്കാനുള്ള പകുതി കാശായേ. അനുസറോ താങ്ക് യു സോ മച്ച് അനുസറോ. It's a lot for the subscription. എന്റെ അമ്മേ 50 മെമ്പർഷിപ്പാ. ബ്രോ താങ്ക് യു സോ മച്ച് ഒന്നും പറയല്ല. ഭയങ്കര സന്തോഷം. ഈ ഒരു ലൈവിൽ തന്നെ സപ്പോർട്ട് പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനസ് ബ്രോ. താങ്ക് യു അനസ് ബ്രോ. എനിക്ക് കിട്ടില്ലെന്നാ. അത് കിട്ടും കേസ്, അത് കിട്ടും. ആർക്കൊക്കെ കിട്ടും എനിക്ക് ഒന്ന് വെയിറ്റ് ചെയ്. മോഡ്സ് ബ്ലോക്ക് ആക്കിയല്ലേന്നാ. ഞാനും വരട്ടെ അവിടേക്ക്. ഞാനുണ്ട് അവിടെന്നാ സ്റ്റോർ ചെയ്ത്. ബ്രോ താങ്ക് യു അനസ് ബ്രോ. ലവ് യു സോ മച്ച്. താങ്ക് യു മീൻസ് എ ലോട്ട്. ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു അനസ് ബ്രോ. താങ്ക് യു. നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഇൻവെർട്ടർ എടുക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. എടാ അങ്ങനല്ലടാ ഞാൻ പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചേ? അളിയ നിന്റെ ക്യാമറ ഒന്ന് ഓണാക്കി കാണിച്ച അളിയ. ഇവന്മാരും ഞാൻ അവൻ കൊണ്ട് തന്ന ടീഷർട്ടാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല അളിയ. ആരാ? ഏതാ നീ ഇട്ടേക്കുന്ന ടീഷർട്ടാ ഞാൻ ഇട്ടേക്കണേ. ആണോ? സെയിം ടീഷർട്ടോ? നിന്നെ ആര് ഇട്ടത്? നീ ഒന്ന് നിന്റെ ക്യാമറ ആക്കി ടീഷർട്ട് കാണിച്ചേ. ആണോ? അല്ലല്ലല്ല ഒന്ന് കാണിച്ചേ. ഇവനെ സമ്മതിക്കണോട്ടോ. മെനിങ്ങാന്ന് വരെ ഇവൻ മറ്റേ ഇത് റൊണാൾഡോ തായി കിടന്നവരാണ്. അത് മാത്രം കാണിക്കാൻ പറ്റില്ല കേട്ടോ തിരിച്ചെനിക്ക്. ഇതൊക്കെ മറ്റേ മരുന്നൊക്കെയാണ് ബ്രോ. അത് മാത്രം ഫ്ലെക്സ് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഞാനും മുണ്ടായോണ്ടാ കാണിക്കാതെ. നമുക്ക് മസിലൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ ഞാൻ മുണ്ടായോണ്ടാ കാണിക്കാത്ത. എണീക്കാൻ പറ്റത്തില്ല. പിടിച്ചിട്ട് പോലും ഒന്നും വരുന്നില്ലല്ലോടാ. ഏതോ കയ്യിലുണ്ടായിരുന്നു. കൈത്തപ്പിടെ ഏതോ കയ്യിൽ ഇത് ഉണ്ടായിരുന്നല്ലോ. ജിമ്മിൽ പോയിട്ടില്ല അവള് കുറച്ച് നാളായിട്ട്. ആ കാര്യം മാത്രം നമുക്ക് ഫ്ലെക്സ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ. അങ്ങനെ ഒരു സാധനം കാണിച്ചില്ല ലാസ്റ്റ് കളി. ആ ഒരു ടീഷർട്ട് കാണിക്കാൻ പറഞ്ഞപ്പം ഞാൻ നിർത്തുവായി ബ്രോ. ഞാൻ ഇറങ്ങും. എന്റെ ഇന്നത്തെ മൂഡ് പോയി. സത്യല്ലേ? അങ്ങനെ ഒരു ആംഗ്യം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതങ്ങനെ അത് കാണിക്കാതെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ സാധനം കാണിച്ചു തരും. ഈ കാര്യത്തിൽ ഒരു വാഗ്ദാനവും പറയൂല. കാരണം ഇനി പറഞ്ഞ ആൾക്കാർ എന്നെ എറിയും. ആണോ? സിക്സ് പാക്ക് വേഴ്സസ് മൈസൂർ പാക്ക്. ഓക്കെ ഞാൻ കേരള വിഷയമല്ല എടുക്കാതെ നടക്കത്തുള്ളൂ. നീ എന്തിടാനാടാ നീ? നീ സിറ്റി ഇതിനകത്ത് കേറിയോ? എനിക്ക് കേറാന്ന് പറഞ്ഞൂടാ. ഇതെങ്ങനെ കേറണ? ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. എന്റെ പുതിയ കീബോർഡ് കാണണോ നിങ്ങക്ക്? ഇല്ല കാണണമെന്ന് പറഞ്ഞല്ലോ. നിന്നെ ആര് കാണിക്കുന്നു? മെർക്കുറി അല്ലേ നേരത്തെ ഇരുന്ന? അതല്ലേ മെർക്കുറി ഇപ്പൊ കിട്ടിയതായത്. ഇപ്പൊ കിട്ടിയത് ഏത് ലോകം കൊണ്ടുണ്ടാക്കിയതാ? പോരാ. കിടില സാധനമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. കൊള്ളാം നല്ല രസമുണ്ടല്ലേ? കൊള്ളാം. താങ്ക് യു. നിന്നെ ഞാൻ കാണിച്ചില്ല. എന്നാലും നീ എടുത്ത് എന്തിനാ നോക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. റൈറ്റ് എടാ. ഇത് ഇന്ത്യയിൽ മേടിക്കാനാണെങ്കിൽ 10-24,000 രൂപയാവും. എനിക്കിത് പുറത്തുനിന്ന് കൊണ്ട് തന്നതാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ പകുതി പൈസ ആയുള്ളൂ. അത് ചോദിച്ചില്ലല്ലോ. അതല്ല ഇവിടെ കമന്റ് ചെയ്തു. നിന്നോട് സംസാരിക്കുന്ന ആളിയാ. ചതുര വാങ്ങാൻ പറ്റില്ലേ? അത്രേ ഉള്ളൂ. നമ്മള് നീ കയ്യില് മറ്റേ മസിൽ കാണിച്ചപ്പോ ഞങ്ങൾ വല്ലതും പറഞ്ഞോ? കയ്യിലുള്ള സ്കില്ല് വെച്ച് എന്തെങ്കിലും കാണിച്ചോട്ടെ. ഇതിപ്പോ ഞാൻ എന്ത് കാണിക്കും? ഞാൻ മാക്സിമം മുണ്ട് നോക്കി കാണിക്കാൻ ഇരിക്കാതെ ഉള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് നോക്കി കാണിക്കാൻ ഇവിടെ ഒന്നും ഇല്ല എന്റെ ഇപ്പൊ.
ഗെയിം സ്റ്റാർട്ട് ചെയ്യ് ബ്രോ. ഇത് ലോഡാവട്ടെ, സെർവറാ ബ്രോ, ലോഡാവാൻ കുറച്ച് സമയം എടുക്കും. അളി ഇതെങ്ങനെ വ്ളോഗ് എടുക്കണേ. ഹൈദരാബാദ് വ്ളോഗ് ഞാൻ ചിലപ്പോഴേ എടുക്കൂടാ. വ്ളോഗ് എടുത്തപ്പോ എന്തോ ഇങ്ങനെ. അല്ല നമ്മളൊരു എണ്ണം വെച്ച് ഉടനെ ഡീഡോസ് ഇവിടെയും വരും കേട്ടോ. ഡീഡോസ് വരും, സെർവർ ചോണുണ്ടെങ്കിൽ അടിച്ചോക്കടാ. ദിവസം ചോണുണ്ടെങ്കിൽ ഒറ്റ അപ്പൻ ഓർമ്മനാണെങ്കിൽ ഞാൻ ലോഡായി. അളി ഇത് എനിക്ക് അന്ന് കേറിയപ്പോ ഒന്നും കാണിച്ചു. ഗൈസ് ഞാൻ കഴിഞ്ഞ പി സിയിൽ ഇതെല്ലാം ലോഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ എറണാകുളത്ത് പി സിയിൽ ലോഡാക്കി വെച്ചില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ലൈഫ് തന്നെയല്ലേ ബാബു, എറണാകുളത്തെ പി സി വീട്ടിലത്തെ പി സിയോ ലൈഫ് തന്നെ. ജാക്കി പോലെ അപരാധി പോയി സ്പാം ചെയ്യണം. നമ്മുടെ കൂട്ടത്തില് ബാക്കി ഫ്രണ്ട്സിന്റെ 2 പേരും ഉണ്ടോ, അതുപോലെ 2 PC ഉണ്ടോ ലൈവ് ഇടാൻ വേണ്ടിട്ട്? ലൈഫ് തന്നെയല്ലളിയാ, ഞാൻ അങ്ങനെ ഫ്ലെക്സ് ലൈഫ് തന്നെയല്ലേ, ലൈഫ് തന്നെയാണ്. എന്ത് ചെയ്യാ? അല്ല ഞാൻ ചോദിക്കുവായിരുന്നേ, ലൈവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 PC ഉണ്ടെങ്കിലേ ഒരെണ്ണം ഞാൻ ലൈവ് ഇട്ടിട്ട് തിരിച്ചു തരാം. അല്ലെ ഒരു ക്യാമറ എന്തെങ്കിലും ഉണ്ടോ? ക്യാമറ നീ ലൈവ് ഇട്ടിട്ട് അല്ലെ ഒരു കാറ് തരുവാണെങ്കിൽ ട്രിവാൻഡ്രം വരെ പോവാൻ. എന്താ പറയാ, ഒരു കാറ് 2 പേരുണ്ടെങ്കിൽ ഒരെണ്ണം, അതുപോലെ 2 കാറുണ്ടെങ്കിൽ ഒരെണ്ണം തിരുവനന്തപുരം പോയിട്ട് തിരിച്ചു തരാം. നിനക്ക് ഏത് വണ്ടി വേണം നീ എടുത്തോണ്ട് പൊക്കോ അളിയാ. എടാ അളിയാ, നിനക്ക് അതിനോട് ചോദിക്കണമെന്ന് തോന്നുന്നുണ്ടോ അളിയാ? നിനക്ക് BM വേണോ? BM എടുത്തോ, അത് അടുത്ത ആഴ്ച കിട്ടുള്ളൂ. നിനക്ക് നീ താറ് വേണോ? താർ എടുത്തോ. സെൽട്ടോസ് വേണോ? സെൽട്ടോസ് എടുത്തോ. പപ്പാട് സ്വിഫ്റ്റ് വേണോ? നീ അതെടുത്തോ. വിനീതിനെ വിളിച്ച് കീ എല്ലാം മാറ്റിക്കാൻ പറയും. ഇല്ലല്ലേ, എനിക്ക് ഉടനെ വേണ്ട, നാളെ മതി, നാളെ വൈകിട്ട് മതി. നീ എടുത്തോ. സെൽട്ടോസ് ഞാൻ കൊണ്ടുപോകും, താർ ഇവിടെ ഉണ്ടാവും. ബാബുവിനെ മൈൻഡ് ഇല്ലടാ. എനിക്ക് അവനെ കാണുന്നതേ എനിക്ക് കേട്ടോ. ഈ ഡിസ്കോഡ് ഇതാവുന്നാട്ടാ എനിക്ക്. അളിയാ ഇത് ഓഡിയോയില് എന്തോ ഒരെണ്ണം കുറയ്ക്കണമായിരുന്നു. ഫുള്ള് സ്കോർ ആണെന്ന് തോന്നുന്നു. ആ സ്കോർ ഫുള്ള് കുറയ്ക്കണം. അല്ലെങ്കിൽ ഈ സെർവറിന്റെ പേരെന്തായിരുന്നു? എനിക്ക് തരുമോ കാറ്? പിന്നെ എല്ലാവർക്കും തരാം. എന്റെ കാറെന്ന് വെച്ചാ അത് നിങ്ങളുടെ കാറല്ലേ, നിങ്ങളുടെ വണ്ടി. ഞാൻ എന്റെ വണ്ടി ലോക്ക് പോലും ചെയ്യത്തില്ല. നിങ്ങള് എന്റെ വണ്ടി ലോക്ക് പോലും ചെയ്യാറില്ല. നിങ്ങൾ എടുത്തോ. എന്താ നിങ്ങളെ നീ ആരോ ഉദ്ദേശിച്ച പോലെ പറഞ്ഞു? ആരല്ല, നിന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്, വേറെ ആരും ഉദ്ദേശിച്ചില്ല. അളിയാ ഞാന് ബാബു കേറിയോ? അതിനകത്ത് കേറിയോ? ജനിക്കുന്നിടത്ത് വന്നാ മതി, നമ്മളവിടെ ഉണ്ടേ. ജനിക്കുന്നിടത്തുണ്ടല്ലോ. ഉണ്ടോ? ഇതെങ്ങനെ കേറുന്ന? എങ്ങനെ ഡിസ്കോഡ് ഇരുന്ന ഗെയിം ഗെയിമിന്റെ പേരെന്താ? ഗെയിമിന്റെ പേര് ക്യാം ചെറുതാക്കുകയടാ. അപ്പൊ എന്നെ നിനക്ക് കാണണ്ട. നിനക്ക് എന്നെ കാണണ്ട. ഇതിനകത്ത് കുതിരയും കൊളയട്ടയും കൊളക്കോഴിയും കാണാനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. സാധാരണ ഒരു സ്ട്രീമറിന്റെ ഒക്കെ ഇതിനകത്ത് ഫേസ് ക്യാം ഒക്കെ അവരൊക്കെ എന്ത് നല്ല ഓഡിയൻസ്. നിന്നെയൊക്കെ പോലത്തെ അപ്പികളെ എന്ത് ഫേസ് ക്യാമും കാണണ്ട. ഞാൻ കാശ് കൊടുത്ത് DSLR മേടിച്ചു വെച്ചിട്ട് ഫേസ് ക്യാം ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് സിറ്റിയിലുണ്ടാവും. ഒരു